അടുത്തത് ഏഴാമത്തെ പാഠമാണ്. ഏഴാമത്തെ ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, നിയന്ത്രണ പ്രസ്താവനകൾ. ഒരു C++ പ്രോഗ്രാമിന് ഒരു പ്രത്യേക പ്രവർത്തന രീതി ഉണ്ട്. ഒരു C++ പ്രോഗ്രാമിന് ഒരു പ്രത്യേക എക്സിക്യൂഷൻ ഓർഡർ ഉണ്ട്. ഏതൊരു C++ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ ഓർഡർ സീക്വൻഷ്യലാണ്. എന്ന് പറഞ്ഞാൽ ഒരു C++ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതി സീക്വൻഷ്യലാണ്. അതായത് ആ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന വരികൾ ഓരോന്നും ഒന്നിനു ശേഷമായിട്ടാണ് പ്രവർത്തിക്കുക. വരി വരിയായിട്ടാണ് ഒരു C++ലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദ്യം എഴുതിയ വരികൾ ആദ്യവും പിന്നീട് എഴുതിയ വരികൾ പിന്നീട് എന്ന ക്രമത്തിൽ ക്രമമായി പ്രവർത്തിക്കുന്നതിനെ, പ്രോഗ്രാം പ്രവർത്തിക്കുന്നതിനെയാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, ക്രമമായ പ്രവർത്തനഗതി എന്ന് പറയുന്നത്. ചിലപ്പോൾ C++ പ്രോഗ്രാമിൽ ചില പ്രത്യേക ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി C++ൻ്റെ ഈ എക്സിക്യൂഷൻ ഓർഡറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഈ പ്രവർത്തനഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. രണ്ട് രീതിയിൽ ഒരു C++ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതി, സീക്വൻഷ്യൽ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, അതിൽ മാറ്റങ്ങൾ വരുത്താം. ഒന്ന്, ഒരു പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന ചില വരികളെ ചിലപ്പോൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക, അവയെ എക്സിക്യൂഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് സെലക്ടിങ് ആൻഡ് സ്കിപ്പിംഗ് സർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ C++ പ്രോഗ്രാം ഫ്രം എക്സിക്യൂഷൻ. അതായത് പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചില വരികൾ ചില പ്രത്യേക കണ്ടീഷനുകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ ആ വരികൾ, പ്രോഗ്രാമിൽ എഴുതിയ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രവർത്തിക്കണമെന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആ വരികൾ പ്രോഗ്രാം പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഔട്ട്പുട്ട്, നമുക്ക് അനുകൂലമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ ഒരു പ്രോഗ്രാമിൽ ഇടപെടുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ മാറ്റം വരുത്തുന്നത്, ഒരു പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത ഒന്നോ രണ്ടോ വരികളെ അല്ലെങ്കിൽ ഒരു കൂട്ടം വരികളെ ഒരു നിശ്ചിത തവണ ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന് സാധാരണ രീതിയിൽ ഒരു C++ പ്രോഗ്രാം അതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ സീക്വൻഷ്യലാണ്, ക്രമമായിട്ടുള്ളതാണ്. ഓരോ വരിയും വരിയായിട്ട് ആണ് പ്രോഗ്രാമിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ സീക്വൻഷ്യൽ പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് എക്സിക്യൂഷനും എന്ന് പറയുന്നു. ഇതിൽ മാറ്റങ്ങൾ വരുത്തി ഒരു പ്രത്യേക ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി, പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ആ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്താൻ, അതിൻ്റെ പ്രവർത്തനഗതിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില പ്രത്യേക കമാൻഡുകളെ അല്ലെങ്കിൽ C++ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ആൾട്ടർ ദി ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ സീക്വൻഷ്യലായിട്ടുള്ള, ക്രമമായിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനഗതിയെ മാറ്റുന്നതിന് വേണ്ടി, ആ പ്രോഗ്രാമിൽ ഇടപെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് C++ൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് വിധമുണ്ട്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, മറ്റൊന്ന് ഇറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇവിടെ ഈ പറയുന്ന ഓരോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഉപയോഗം, അതുപോലെ അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ സിൻടാക്സ് ആണ്. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം അതിലെ പ്രോഗ്രാമുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് നമുക്ക് നിലവിലെ ഫോക്കസ് ഏരിയ
അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല. പ്രോഗ്രാമുകളൊന്നും തന്നെ ചോദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രാം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ധാരാളം പ്രോഗ്രാമുകൾ വരുന്ന ഒരു പാഠഭാഗമാണിത്. C++ൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ്. കൂടുതലായിട്ട് പ്രോഗ്രാമുകൾ വരുന്നത് അടുത്ത +2 ഒന്നാമത്തെ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിങ്ങിൽ ഈ 4 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടുത്താം. ഇനി ഇപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രോഗ്രാമിൻ്റെ ഓൾട്ടറേഷൻ, പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കുന്ന, പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ മാറ്റങ്ങൾ വരുത്തി ഒരു പ്രത്യേക ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും 2 വിധത്തിലുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ സാധാരണ ഒരു പ്രോഗ്രാമിലെ ചില വരികളെ, സ്റ്റേറ്റ്മെൻറ്റുകളെ, ചില പ്രത്യേക വരികളെ, തിരഞ്ഞെടുത്ത വരികളെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെടുത്തുന്നതിനോ വേണ്ടി ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു പ്രോഗ്രാമിലെ ചില പ്രത്യേക വരികളെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ചില പ്രോഗ്രാമുകളിൽ, ചില C++ പ്രോഗ്രാമുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വരികളും, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്തു കൊള്ളണമെന്നില്ല, പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. അത് ചില കണ്ടീഷനുകൾക്ക് വിധേയമായിട്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രോഗ്രാമിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും, ചില കണ്ടീഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും, പ്രോഗ്രാമർ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രോഗ്രാമിലെ ചില വരികൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്ത ഒരു പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത ഏതാനും സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് ഒരു വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു പ്രോഗ്രാമിലെ ചില നിർദ്ദേശങ്ങൾ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചിലവ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കമാൻഡുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരു വിഭാഗമാണ്. ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാമിൻ്റെ സാധാരണ പ്രവർത്തനഗതിയിൽ മാറ്റങ്ങൾ വരുത്താം, ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരു വിഭാഗമാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ പ്രോഗ്രാമിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ച് ഒരു തീരുമാനമെടുക്കുകയും പ്രോഗ്രാമർ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാമിൽ ഇടപെടുകയും അങ്ങനെ ആ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് പ്രോഗ്രാമിലെ തുടർന്നുള്ള വരികൾ, ശേഷം വരുന്ന ഭാഗങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തീരുമാനമനുസരിച്ച് the computer has to take the required decision in this respect. For this we have to provide അപ്പോൾ ഇങ്ങനെ ഒരു appropriate conditions which will be evaluated by the computer. അപ്പോൾ ചില പ്രോഗ്രാമുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വരികളും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. ആ വരികളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോഗ്രാമിൽ ചില തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നു. പ്രോഗ്രാമർ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ തീരുമാനമെടുക്കുന്ന എപ്പോഴും ചില കണ്ടീഷനുകൾ, അതിനനുയോജ്യമായിട്ടുള്ള കണ്ടീഷനുകൾ, വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം, ചില വരികൾ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചില വരികൾ പ്രവർത്തിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ടേക്ക് എ ഡിസിഷൻ based on a condition and to alter the flow of execution of the program. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രോഗ്രാമിൽ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുകയും അങ്ങനെ ഇടപെട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും ആ കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ, എപ്പോഴും ഈ കണ്ടീഷൻ എന്ന് പറയുന്ന എല്ലാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെയും കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ എന്നത് ഒന്നുകിൽ ഒരു റിലേഷണൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആവാം. റിലേഷൻ ലോജിക്കൽ ഓപ്പറേഷനുകളൊക്കെ എക്സ്പ്രഷനുകളൊക്കെ നിങ്ങൾ
5ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ, ഒരു കണ്ടീഷൻ അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവ പ്രോഗ്രാമിലെ ചില വരികളെ എക്സിക്യൂഷന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കണ്ടീഷൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രോഗ്രാമിൽ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട്, ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ആ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു റിസൾട്ട് ഒരു റിലേഷണൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഒന്നുകിൽ ട്രൂ അല്ല, അതായത് 1 അല്ലെങ്കിൽ ഫാൾസ് 0 എന്നായിരിക്കും. സോ ഇങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് 1 or 0 വാല്യൂ കിട്ടുന്ന ഓപ്പറേഷനുകളെയാണ് റിലേഷണൽ ഓപ്പറേഷനുകൾ, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷനുകൾ. റിലേഷണൽ ഓപ്പറേഷനുകളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള 2 ഓപ്പറേഷനുകളും ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന കണ്ടീഷനുകളാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളിൽ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ഇറ്റ് ഈസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് which is used to take a decision based on a condition, and based on the decision the certain statements in the program will be executed and certain statements will be skipped from execution, and thus the flow of execution of the program will be altered. ആൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൽ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ചില വരികളെ, ചില സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രവർത്തിക്കുകയോ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം ഒരു കണ്ടീഷൻ്റെ വിലയനുസരിച്ച്, കണ്ടീഷൻ എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നത് ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്നുള്ളത് ഒന്നുകിൽ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും, റിലേഷണൽ ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. എന്തായിരുന്നാലും അതിൻ്റെ ആ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും, 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. 1 ആണെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാമിൽ തിരഞ്ഞെടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു. ഫാൾസ് ആണെങ്കിൽ അത് നേരെ തിരിച്ചു. ഓക്കെ, ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫാൾസ് ആണെങ്കിൽ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും ഈ കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ പ്രോഗ്രാമിൽ ചില വരികൾ ട്രൂ ആകുമ്പോൾ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഫാൾസ് ആകുമ്പോൾ ചെയ്യില്ല. എപ്പോൾ ട്രൂ ആകുന്നു എപ്പോൾ ഫാൾസ് ആകുന്നു എന്നുള്ളത് ഇൻപുട്ടിനനുസരിച്ച്, പ്രോഗ്രാമിന് കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് വ്യത്യാസപ്പെടും. ചില പ്രത്യേക ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ കണ്ടീഷൻ, അതായത് ആ റിലേഷണൽ എക്സ്പ്രഷൻ, ആ തീരുമാനമെടുക്കാൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ റിലേഷൻ എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും. എന്നാൽ വേറെ ചില ഇൻപുട്ട് കൊടുത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ അതേ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ഈ പ്രോഗ്രാം കൃത്യമായിട്ട് ഇന്ന ഔട്ട്പുട്ട് തരുമെന്ന്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി കണ്ടീഷൻ. അത് ആ ഇൻപുട്ടിന്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇൻപുട്ടിനനുസരിച്ച് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വ്യത്യസ്ത ഇൻപുട്ടുകൾക്കനുസരിച്ച് പ്രോഗ്രാം പല രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനഗതിയിൽ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഒരു വ്യവസ്ഥ, ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ചില വരികളെ എക്സിക്യൂട്ട് ചെയ്യുകയും ചില വരികൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. C++ൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന പ്രധാന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇഫും സ്വിച്ചും. ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച്, ഇതൊക്കെ കീവേഡുകൾ കൂടിയാണ്, സ്മോൾ ലെറ്ററാണ്, കേസ് സെൻസിറ്റീവ് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഈ C++ലെ പ്രധാനപ്പെട്ട 2 ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് ഇഫ്, മറ്റൊന്ന് സ്വിച്ച്. ഇത് രണ്ടും കീവേഡുകൾ കൂടിയാണ് C++ പ്രോഗ്രാമിംഗ് ഭാഷയിൽ. അതായത് ഈഫിൻ്റെ സിൻടാക്സും അതിൻ്റെ വർക്കിങ്ങും നോക്കാം. ഈഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈഫ് ഉപയോഗിക്കുന്നത് ഒരു പ്രോഗ്രാമിലെ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത വരികളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്.
സോ ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു പ്രോഗ്രാമിൽ തിരഞ്ഞെടുത്ത വരികളെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാമിലുണ്ടെന്ന് വിചാരിച്ച് എപ്പോഴും ആ വരികൾ എക്സിക്യൂട്ട് ചെയ്ത് കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈഫിനകത്ത് ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതിയാൽ ആ ഈഫിൻ്റെ കൂടെ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. അതായത് ഈ എല്ലാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു കണ്ടീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ചില വരികളെ എക്സിക്യൂട്ട് ചെയ്യുകയോ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യും. ഇങ്ങനെ ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കി ഒരു വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസൃതമായി പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത വരികൾ മാത്രം പ്രവർത്തിപ്പിക്കുകയും മറ്റു ചില വരികളെ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈഫിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് വേണ്ടി ഇഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈഫിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു വ്യവസ്ഥയ്ക്കനുസൃതമായിട്ട് ഒരു പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത ഏതാനും വരികളെ മാത്രം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എന്നത്. ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ അനുസരിച്ച്, കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഒന്നുകിലൊരു റിലേഷണൽ ഓപ്പറേഷൻ ആയിരിക്കാം, റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കാം. രണ്ടായിരുന്നാലും അതിൻ്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, 1 or 0 എന്ന്. ഇപ്പോൾ ഉത്തരം 1 അല്ലെങ്കിൽ 0, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് കിട്ടുന്ന തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് കണ്ടീഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. അത് ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോജിക്കൽ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേഷൻ ആയിരിക്കുമല്ലോ കണ്ടീഷൻ, അതിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് കിട്ടും. ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പ്രോഗ്രാമിലെ ഒരു തിരഞ്ഞെടുത്ത വരികളെ എക്സിക്യൂട്ട് ചെയ്യുകയും, ഫാൾസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ വരികൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ തിരഞ്ഞെടുത്ത ഒരു കണ്ടീഷൻ അനുസരിച്ച് പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത വരികളെ സെലക്ട് ചെയ്യുകയോ പിന്നെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുകയോ അതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാൻ ആണ് ഇഫ് ഉപയോഗിക്കുന്നത്. ഇനി ഇഫിൻ്റെ സിൻറ്റാക്സ് നോക്കാം. ഇഫിൻ്റെ സിൻറ്റാക്സ് ഇത് പഠിക്കാം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും സിൻറ്റാക്സും ഉപയോഗവും പഠിപ്പിച്ചിരിക്കണം. അപ്പോൾ ഉപയോഗം ഞാൻ പറഞ്ഞു. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ പറയുന്ന വേറൊരു പേരാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നോ കണ്ടീഷൻ എന്നോ എഴുതാം സിൻറ്റാക്സ് എഴുതുമ്പോൾ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫിൻ്റെ കൂടെ എല്ലായ്പ്പോഴും എല്ലാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയും കണ്ടീഷൻ ഉണ്ടായിരിക്കും, അതായത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. മീൻസ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 1 അല്ലെങ്കിൽ 0. 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ ഫാൾസ്. അപ്പോൾ ഇത് 1 ആണ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില എന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെ ഈഫ് ബ്ലോക്ക് എന്ന് പറയും. ഈഫ് ബ്ലോക്കിന് നമ്മൾ കേളി ബ്രാക്കറ്റുകൾക്കുള്ളിൽ, ജോഡി കേളി ബ്രാക്കറ്റുകൾക്കുള്ളിലാണ് എഴുതുക. ഇതാണ് ഈഫിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, അതിന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഈഫിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. അത് ഒരു വരിയോ ഒന്നിൽ കൂടുതൽ വരികളോ ആവാം. ഓക്കെ, ഹിയർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ റെപ്രസെൻറ്റ്സ് എ കണ്ടീഷൻ വിച്ച് ഈസ് എയ്തർ എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഇതാണ് ഈഫിൻ്റെ വർക്കിംഗ്. ഈഫിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ അതിൻ്റെ സിൻറ്റാക്സ് കൂടി പറഞ്ഞില്ലേ. ഒരു പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത ഒരു വരിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വരികളെയോ ഒരു കണ്ടീഷൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ്. അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഈഫ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ പാരന്തസിസ്, ഇതിനെ സാധാ ബ്രാക്കറ്റിന് പാരന്തസിസ് എന്നാണ് നമ്മൾ C++ൽ പറയുക. ഈഫ് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ തന്നെ ആയിരിക്കണം ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതേണ്ടത് അല്ലെങ്കിൽ കണ്ടീഷൻ എഴുതേണ്ടത്. ഈ ഈഫിൻ്റെ കൂടെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ പാരന്തസിസിൽ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും, ഓപ്പറേഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, 1 അല്ലെങ്കിൽ 0 എന്നായിരിക്കും. ഇപ്പോൾ if the test expression evaluates to true, then the statement or set of statements inside the if block will be executed, otherwise it will not be executed എന്നാണ്. ഇതാണ് ഈഫിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈഫിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ വില, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. എല്ലാ റിലേഷണൽ ഓപ്പറേഷനുടെയും ലോജിക്കൽ ഓപ്പറേഷൻ്റെയും റിസൾട്ട് ഒന്നുകിൽ ട്രൂ, അതായത് 1 ആണ്, അല്ലെങ്കിൽ ഫാൾസ് 0 ആണ്.
അപ്പോൾ ട്രൂ ആണ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എങ്കിൽ ഇതിനകത്ത് ഈ ഈഫിൻ്റെ ബോഡി അല്ലെങ്കിൽ ഈഫ് ബ്ലോക്ക് ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റിനടുത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവും, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈഫിനകത്ത് ചെയ്യാനുള്ളൂ, കണ്ടീഷൻ ശരിയാണെങ്കിൽ ചെയ്യാനുള്ളൂ എങ്കിൽ നമ്മളത് ഇങ്ങനെ ഈ കേളി ബ്രാക്കറ്റ് ആവശ്യമില്ല, കേളി ബ്രാക്കറ്റ് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, ഇഫ് ദ ബോഡി ഓഫ് if statement contains only one statement or a single statement, then the use of these curly braces is not necessary. അതാണ് അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് ഇവിടെ ഈഫ് ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഈഫിൻ്റെ കൂടെയുള്ള കേളി ബ്രാക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈഫിൻ്റെ ബോഡി എന്നതിന് പറയും. ആ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ താഴെ എഴുതാം. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പോൾ സെമിക്കോളൻ നിർബന്ധമാണ്. C++ൻ്റെ ഒരു റൂളാണത്, സിൻറ്റാക്സ് ആണ്. ഇങ്ങനെ ട്രൂ ആകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേളി ബ്രാക്കറ്റിനകത്ത് വരുന്നു. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ശേഷം പറയും. ഇപ്പോൾ സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ഈ ഈഫിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുകയില്ല, ഈഫിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയില്ല. പ്രോഗ്രാം നേരെ ഈഫിൻ്റെ ശേഷം ബോഡിക്ക് ശേഷമുള്ള ഭാഗങ്ങൾ ചെയ്ത് താഴേക്ക് അങ്ങനെ സീക്വൻഷ്യലായിട്ട് പോകും. വീണ്ടും ഒരു ഈഫ് കണ്ട അവിടെ പറയുന്നതിനനുസരിച്ച് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഗ്രാം കൺട്രോൾ ഫ്ലോ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഓർഡറിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ട്രൂ അനുസരിച്ച് ചിലപ്പോൾ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കയറുന്നു, ഈ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഒന്നായിരിക്കും. എന്നാൽ വീണ്ടും നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത് പ്രോഗ്രാമിനോട് റൺ ചെയ്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു മാറ്റം വരും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇൻപുട്ട് കൊടുത്താൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആകുമ്പോൾ ഈ ബ്ലോക്കിനുള്ളിൽ കയറില്ല, അതായത് ഈഫിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. മീൻസ് ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ബ്ലോക്കിന് പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകുന്നു. ഈഫ് കഴിഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്നായിട്ട് താഴെ വരും എന്ന രീതിയിൽ ക്രമമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഈഫ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ ആൾട്ടർ ചെയ്യാൻ പറ്റും, പ്രവർത്തനഗതി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഒരു റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. അതിൻ്റെ ഉത്തരം ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. അതിൻ്റെ ഉത്തരം ട്രൂ ആണെങ്കിൽ ഈഫിൻ്റെ ബോഡി അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫാൾസ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ഈഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു, എക്സിക്യൂഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്യപ്പെടും. ഇതാണ്. ഇനി അതിൻ്റെ കൂടുതൽ മനസ്സിലാക്കുക. ടെസ്റ്റ് എക്സ്പ്രഷൻ ഈഫിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ എന്നത് ഇറ്റ് ഈസ് എപ്പോഴും ബ്രാക്കറ്റിനുള്ളിൽ, ഇറ്റ് വിൽ ബി ഓൾവേസ് എൻക്ലോസ്ഡ് ഇൻ പാരന്തസിസ്, അതായത് ബ്രാക്കറ്റിൽ ആയിരിക്കണം, നിർബന്ധമാണത്. ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായാലും ഈഫിന് വേണം. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ നിർബന്ധമായിട്ടും ഈഫ് കഴിഞ്ഞൊരു ബ്രാക്കറ്റിൽ തന്നെ പാരന്തസിസിനുള്ളിൽ കൊടുക്കണം. ബ്രാക്കറ്റ് എന്ന് നിങ്ങൾ ഉപയോഗിക്കരുത് എഴുതുമ്പോൾ പാരന്തസിസിനുള്ളിൽ എന്ന് എഴുതുക. എഗെയിൻ രണ്ടാമത് ഈ ഈഫിൻ്റെ കൂടെ പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് വരുന്ന ആ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് അത് ഒന്നുകിൽ ഒരു റിലേഷണൽ ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആവാം. രണ്ടായിരുന്നാലും ഉത്തരം ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതായത് 1 അല്ലെങ്കിൽ 0 എന്നായിരിക്കും. ഇപ്പോൾ 1 അല്ലെങ്കിൽ 0 എന്ന് ഉത്തരം കിട്ടുന്ന ഓപ്പറേഷനുകളായിട്ടുള്ള റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനുകളാണ് എപ്പോഴും ഈഫിൻ്റെ കൂടെ പാരന്തസിസിൽ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് വരുന്നത്. ഓക്കെ, മറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷനുകളും അങ്ങനെയുള്ള ഓപ്പറേഷനുകൾ അസൈൻമെൻ്റ് ഒന്നും ഇവിടെ ഉപയോഗിക്കില്ല, ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കും. ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചതാണ് 3rd ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ ഒരു ഈഫിൻ്റെ വർക്കിംഗ് വിശദമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈഫിൻ്റെ കൺട്രോൾ ഇങ്ങനെ വരുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ ഈഫിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ നേരെ ഈഫിന് പുറത്ത് പോകും, ഈഫ് അവസാനിക്കുന്നു, സ്റ്റോപ്പ് ഇവിടെ കൊടുക്കും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബ്രാക്കറ്റിനകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കണം. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈഫിൻ്റെ ബോഡി, അതായത് ഈഫ് കഴിഞ്ഞ് വരുന്ന കളി ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു. ഫാൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടതില്ല, അതായത് ഫാൾസ് ആണെങ്കിൽ ഒരിക്കലും ഈഫിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. ഇത് സിമ്പിൾ ഈഫാണ്. ഓക്കെ, ഈഫ് തന്നെ പല തരത്തിലുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി വിശദമാക്കുന്ന ഈഫിൻ്റെ വർക്കിംഗ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് നോക്കുക. #include IOString പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. യൂസിങ് നെയിം സ്പേസ് std int main മുതൽക്കാണ് പ്രോഗ്രാം പ്രവർത്തിച്ച് തുടങ്ങുന്നത്.
ഓക്കെ, ഇൻ്റർവെല്ലിൻ്റെ അകത്താണ് പ്രോഗ്രാം വർക്ക് തുടങ്ങുന്നതും പ്രവർത്തനം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സ്കോർ എന്ന് പറയുന്നൊരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ മെസ്സേജ് എൻറ്റർ യുവർ സ്കോർ എന്ന് കാണിക്കും സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ കുട്ടിക്കൊരു വിഷയത്തിൽ കിട്ടിയ മാർക്കോ മറ്റായിരിക്കും സ്കോർ. അപ്പോൾ അത് ഇൻപുട്ടായിട്ട് കൊടുക്കും. സ്കോറാണ് ഇവിടെ ഇൻപുട്ട്. അപ്പോൾ സ്കോർ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കോർ എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ കൊടുത്ത എൻ്റർ ചെയ്ത ഇൻപുട്ട് 18 അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രം യു ഹാവ് പാസ്ഡ്. അതിൽ കുട്ടിക്ക് കിട്ടിയ ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക് മിനിമം പാസ് മാർക്ക് 18 അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ കുട്ടി പാസ്സായോ ഫെയിലായോ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇൻപുട്ട് മാർക്ക് എടുത്തിട്ട് അത് പാസ്സായോ, ആ കുട്ടി പാസ്സായോ ഫെയിലായോ. അപ്പോൾ കുട്ടിയുടെ മാർക്ക് ആണ് ഇൻപുട്ട്. അത് സ്കോർ എന്ന് പറയുന്ന വാരിയബിളിനകത്ത് സൂക്ഷിക്കുന്നു. എഗെയിൻ പിന്നെ ആ സ്കോറിൻ്റെ വാല്യൂ വെച്ച് കമ്പയർ. മിനിമം മാർക്ക് 18 അപ്പോൾ പാസ് മാർക്കും 18. അപ്പോൾ സ്കോർ ഗ്രേറ്റർ ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഈഫിൻ്റെ കൂടെ ഉള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നതാണ് ഇവിടെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈഫിൻ്റെ കൂടെ ഉള്ളത്. അതൊരു റിലേഷണൽ എക്സ്പ്രഷനാണ്. തീർച്ചയായിട്ടും റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ റിലേഷണൽ ഓപ്പറേറ്ററുകളായിട്ടുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിവ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഇത്തരം ഓപ്പറേറ്ററുകൾ ഏതെങ്കിലും വരുന്ന ഓപ്പറേഷനാണ് അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് റിലേഷണൽ എക്സ്പ്രഷൻ. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു 2 റിലേഷണൽ എക്സ്പ്രഷനുകൾ ചേർന്നൊരു ലോജിക്കൽ എക്സ്പ്രഷനോ, അതായത് ആൻഡ് ഓർ നോട്ട്, ലോജിക്കൽ ആൻഡ് ഓർ നോട്ട് എന്ന് ഉപയോഗിച്ചുള്ളൊരു ഓപ്പറേഷനും ഇവിടെ റിലേഷണൽ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് വരാം, അല്ലെങ്കിൽ കണ്ടീഷനായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഉത്തരവും 1 or 0, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് വരുന്ന ഓപ്പറേഷനുകളാണ് ഇവിടെ ഈഫിൻ്റെ കൂടെ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവിടെ സ്കോർ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. ഇൻപുട്ട് 18 കുട്ടിക്ക് കിട്ടിയ മാർക്ക് 18 അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രം ഈഫ് ബോഡി. ഇവിടെ ഈഫിൻ്റെ ബോഡിയിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ദാറ്റ് ഈസ് യു ഹാവ് പാസ്ഡ് എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള മോണിറ്ററിൽ കാണിക്കാനുള്ള മെസ്സേജ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിൽ നമ്മൾ ഈഫിൻ്റെ കേളി ബ്രാക്കറ്റ്, ഈഫിൻ്റെ ബോഡി കേളി ബ്രാക്കറ്റ് ഇല്ലാതെയും എഴുതാം. അതായത് ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഇല്ലാതെ എഴുതാം. ഇവിടെ നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ഇടാം, ഇതുപോലത്തെ ഒരു ക്ലോസിങ് അതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയായിരിക്കും. അതിലേയും കുഴപ്പമില്ല. കാരണം ഈഫിൻ്റെ ബോഡിക്കകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളുവെങ്കിൽ കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കണമെന്നില്ല. ഈഫിൻ്റെ ബോഡി എഴുതുമ്പോൾ കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കണമെന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒന്നിൽ കൂടുതൽ വരികൾ ചെയ്യാനുണ്ടെങ്കിൽ, ഈഫിലെ കണ്ടീഷൻ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഈഫിൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേളി ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം 18 കൂടുതൽ മാർക്ക് കിട്ടിയവർക്കൊക്കെ യു ഹാവ് പാസ്ഡ് എന്ന് കാണിക്കും. ഇനി സപ്പോസ് ഇതേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്തു. ആദ്യം ഞാൻ കൊടുക്കുന്ന 20 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ 20 ഞാൻ കൊടുത്ത ഇൻപുട്ട്. അപ്പോൾ 20 സ്കോർ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ആ സ്കോറിൻ്റെ വില 18 കൂടുതലാണോ, ഇവിടെ ഒരു കണ്ടീഷൻ ടെസ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ്. അതിലേക്ക് വരുമ്പോൾ ഇവിടം വരെ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ പ്രോഗ്രാമിനൊരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാവും. അതായത് ഈ സ്കോറിൻ്റെ വിലക്കനുസരിച്ച് പ്രോഗ്രാം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കോറിൻ്റെ വിലയാണ് തീരുമാനിക്കുന്നത് ഈ ഒരു ലൈൻ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നാണ്, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നത്. അതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒരു കണ്ടീഷൻ ഉപയോഗിച്ച്, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ഒരു തിരഞ്ഞെടുത്ത വരി എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ സെലക്റ്റീവ് എക്സിക്യൂഷൻ, ഒരു പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈഫ് പോലുള്ള ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്കോറിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്കോറിലുണ്ടായിരിക്കും. അപ്പോൾ 20 മാർക്ക് കിട്ടിയതെങ്കിൽ, ഒരു കുട്ടി കിട്ടിയ മാർക്കെങ്കിൽ ആ കുട്ടി യു ഹാവ് പാസ് എന്ന് കാണിക്കും. ഈ ഒരാൾക്ക് 5 മാർക്കാണ് കിട്ടിയെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ സ്കോറിൻ്റെ വില 5 സ്കോറിലുള്ള വില. ഇൻപുട്ട് 5 പറഞ്ഞാൽ സ്കോറിലുള്ള വാല്യൂ 5. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫാൾസ് ആണ്. 5 18 കൂടുതലോ അതിന് തുല്യമോ അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഒരേ പ്രോഗ്രാം തന്നെ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് പലതരത്തിൽ പെരുമാറുന്നു. ഓക്കെ, നേരത്തെ 20 ഇൻപുട്ട് കൊടുത്തപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി. അപ്പോൾ ഈ ബോഡി വർക്ക് ചെയ്തു, യു ഹാവ് പാസ്ഡ് എന്ന് കാണിച്ചു. ഇപ്പോൾ നമ്മൾ 18 താഴെയുള്ള ഏത് മാർക്ക് കൊടുത്താലും സ്കോർ 18 താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഈഫിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നു, അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആവുന്നു. അപ്പോൾ ഈഫിൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നില്ല, അതായത് യു ഹാവ് പാസ് ഒന്നും കാണിക്കില്ല, പ്രോഗ്രാം അവസാനിക്കും. ഓക്കെ, അപ്പോൾ 18 താഴെയുള്ള എന്ത് ഇൻപുട്ട് കൊടുത്താലും ഈ പ്രോഗ്രാം ഒരു ഔട്ട്പുട്ടും ഇല്ലാതെ അവസാനിക്കും.
എന്നാൽ 18 അതിൽ കൂടുതലുള്ള ഏത് ഇൻപുട്ട് കൊടുത്താലും ഈ പ്രോഗ്രാം യു ഹാവ് പാസ്ഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ തവണ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും ഇൻപുട്ട് മാറി കൊടുക്കുക, കണ്ടീഷൻ അനുസരിച്ച് അതിനനുസരിച്ച് കൊടുക്കുക ഇൻപുട്ട്. ഈ കണ്ടീഷൻ അനുസരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം, ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന പ്രോഗ്രാം റൺ ചെയ്ത് ഇൻപുട്ട് കൊടുക്കുന്നത് ഔട്ട്പുട്ട് കാണിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 25 എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ യു ഹാവ് പാസ്ഡ് എന്ന് കാണിക്കും. 25 18 കൂടുതലാണ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ചെക്ക് ചെയ്ത് തീരുമാനമെടുക്കണമെങ്കിൽ നമുക്കിവിടെ ലോജിക്കൽ ആൻഡോ ഓറൊക്കെ ഉപയോഗിക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്, വേറൊരു ഈഫ് ഉപയോഗിച്ചുള്ളൊരു പ്രോഗ്രാം. ഓക്കെ, ആണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇനി അതുപോലെ ഈഫിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഈഫ് എൽസ്. അത് അടുത്ത സെഷനിൽ പറയാം. ഈഫിൻ്റെ എക്സ്പാൻഷനായിട്ടുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ്